ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം ആരംഭിച്ചപ്പോൾ തന്നെ മക്കയിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുണ്ടായിരുന്ന കാലത്ത് 5-6 ആളുകൾ എന്ന രീതിയിലൊക്കെ നമുക്ക് ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനവറുകളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബിൻ അബുൽ ആസ് റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബി ഇസ്ലാമിലേക്ക് വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിന്റെ തൽഫലമായിട്ടാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ചെറുപ്പകാലം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പ അഫ്ഫാൻ ബിൻ അബുൽ ആസ് വലിയ ധനാഢ്യനാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെടുകയും ഒരു ടീനേജ് പ്രായമുള്ള കാലഘട്ടത്തിൽ തന്നെ ഉപ്പയുടെ അളവിലധികമുള്ള സമ്പത്ത് തന്നിലേക്ക് വന്നു ചേരുന്നതും ബനു ഉമയ്യയിലെ ഏറ്റവും സമ്പന്നനായ കച്ചവടക്കാരനായി അദ്ദേഹം മാറുന്നതുമൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും റസൂലുള്ളാഹിന്റെ ഉറ്റ ശിഷ്യനായി മാറുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടും അദ്ദേഹത്തിന് തൻ്റെ മകളായ റുഖിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ആരാണ് റുഖിയ റളിയല്ലാഹു അൻഹ? അബൂലഹബിന്റെ മകൻ ഉത്ബ ബിൻ അബൂലഹബാൽ വിവാഹം ഉറപ്പിച്ചു വെച്ച സ്ത്രീയായിരുന്നു റുഖിയ. അതുപോലെ തന്നെ മറ്റൊരു മകളായിരുന്നു ഉമ്മു കുൽസൂം. എന്നാൽ ഇസ്ലാമിന്റെ പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിച്ചപ്പോൾ അബൂലഹബ് ആ വിവാഹം അല്ലെങ്കിൽ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജീവിക്കുന്ന മക്കയിലെ കാലഘട്ടത്തിൽ പീഡനങ്ങൾ വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ സമ്പന്നന്മാർക്കെതിരെയുള്ള പീഡനങ്ങൾ അത് കുറവായിരുന്നു. അവരെ കൈവെക്കാനുള്ള ഒരു പേടി ഖുറൈശികൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഖുറൈശികൾ സമീപിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യനായ ഹക്കം ഇബ്നുൽ ആസിനെയാണ്. ഹക്കം ഇബ്നുൽ ആസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ ചെന്ന് ഉപദേശിക്കുകയും ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചങ്ങല കൊണ്ട് വീട്ടിലെ തൂണിൽ വരിഞ്ഞു മുറുക്കുന്നതുമായൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് പറയുന്നുണ്ട്, ഉസ്മാൻ, നീ മുഹമ്മദിനെ കൈയൊഴിയണം, ഇസ്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരണം. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊടുക്കുന്ന മറുപടി, പിതൃവ്യ, നിങ്ങൾ എൻ്റെ കാലിൽ ധരിപ്പിച്ച ഈ ചങ്ങലക്കെട്ടുകൾ അത് തുരുമ്പെടുത്തു പോയാലും ഉസ്മാൻ വിശ്വാസത്തിൽ നിന്ന് ഒരടി പിറകോട്ടില്ല എന്നുള്ളതായിരുന്നു. അചഞ്ചലമായ തൗഹീദായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റേത്. വിശുദ്ധ ഖുർആൻ വേഗത്തിൽ ഹിഫ്ള് ചെയ്യുന്നതിൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏറെ ഹയാ ഉള്ള വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് മറ്റു സ്വഹാബികളൊക്കെ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിക്കാത്തൊരു മര്യാദ ഉസ്മാൻ വരുമ്പോൾ കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് ചീകി അത്തറൊക്കെ ഒന്ന് പൂശി വസ്ത്രമൊക്കെ ഒന്ന് ശരിയാക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലെ, എൻ്റെ ഉപ്പ അബൂബക്കർ വരുമ്പോൾ ഇല്ലാത്തൊരു ബഹുമാനം എന്താണ് ഉസ്മാന് കൊടുക്കാൻ കാരണം? റസൂലുള്ളാഹി പറയാണ്, ആയിഷ, മലക്കുകൾ പോലും അദ്ദേഹത്തിന്റെ ഹയാഇനെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിയെ ഞാൻ എങ്ങനെ ബഹുമാനിക്കാതിരിക്കുന്നതാണ്? മക്കയിലെ പീഡനങ്ങൾ വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി പറയാണ് സ്വഹാബത്തിനോട്, നിങ്ങൾ അബിസീനിയയിലേക്ക് ഹിജറ പോകണം. ആ അബിസീനിയയിലേക്ക് ഹിജറ പോകുമ്പോൾ അതിൽ ഉസ്മാൻ ബിൻ അഫ്ഫാനും ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ സഹോദരൻ ലൂത്തിനും ശേഷം കുടുംബപരമായി ഹിജറ ചെയ്യുന്ന രണ്ടാമത്തെ കുടുംബമാണ് ഉസ്മാന്റെ കുടുംബം എന്നാണ്. എന്നിട്ട് അവർ അബിസീനിയയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അബ്ദുള്ള എന്നൊരു മകനും ജനിക്കുകയുണ്ടായി. ശേഷം വർഷങ്ങൾക്ക് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് റസൂലും സഹാബത്തും ഒക്കെ എത്തി മദീനയിൽ ഇസ്ലാം വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്ന കാലത്ത് വന്നു. ആ സമയത്താണല്ലോ നമുക്കറിയാം ഹിജറ 2-ാം വർഷത്തിൽ മുശ്രിക്കുകളായ മക്കക്കാർ 1000-ഓളം വരുന്ന ആളുകൾ ബദറിലേക്ക് വരുന്നതും ബദർ യുദ്ധം നടക്കുന്നതും. മഹാനായ സ്വഹാബിക്ക് അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹുവിന് സുഖമില്ലാത്തത് കാരണത്താൽ അദ്ദേഹത്തോട് റസൂലുള്ളാഹി മദീനയിൽ തന്നെ നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു.
ബദറിന്റെ വിജയം കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് മദീനയിലേക്ക് വരുമ്പോൾ മഹാനായ സ്വഹാബി തന്റെ ഭാര്യയെ കഫൻ ചെയ്യുന്ന രംഗമാണ് റസൂലുള്ള കണ്ടത്. ബദറിന്റെ സന്തോഷമോ തന്റെ മകൾ റുഖയ്യയുടെ വിയോഗമോ എന്നതിൽ റസൂലുള്ള ശങ്കിച്ചു പോയി എന്നാണ്. അല്പ ദിവസത്തിനുള്ളിൽ തന്നെ മകൻ അബ്ദുള്ളയും മരണപ്പെട്ടു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഒരു പക്ഷി നെറ്റിയിൽ കുത്തുകയും അത് പിന്നീട് ഒരു പഴുപ്പായി മാറുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് നമുക്ക് ചരിത്രരേഖകൾ കാണാൻ പറ്റുന്നത്. ഈ മരണത്തിന് ശേഷം റുഖിയ റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ വല്ലാതെ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പള്ളിയിലൊക്കെ വന്നാൽ നിസ്കരിച്ച് പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. റസൂലുള്ളാഹി ഉസ്മാൻ ബിൻ അഫ്ഫാനെ വിളിക്കുകയും സമാധാനിപ്പിക്കുകയും തൻ്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ 2 റസൂലുള്ളാഹിന്റെ പെൺമക്കളെ വിവാഹം ചെയ്തതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദുന്നുറൈൻ, ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്നാണ് അറിയപ്പെടുന്നത്. അല്പകാലത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മരണപ്പെടുമ്പോൾ റസൂലുള്ളാഹി ഉസ്മാൻ ബിൻ അഫ്ഫാനെ സമാധാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, യാ ഉസ്മാൻ, എനിക്ക് 40 പെൺമക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തരും മരിക്കുമ്പോൾ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുമായിരുന്നു എന്നാണ്. നോക്കൂ സുഹൃത്തുക്കളെ, എത്രത്തോളം ബഹുമാനമായിരുന്നു ആ സ്വഹാബിയോട് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത് എന്ന്. മറ്റൊരിക്കൽ റസൂലുള്ള മദീനത്തിരുന്നു കൊണ്ട് ഫിത്നയുടെ കാലഘട്ടത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിലൂടെ ഇങ്ങനെ മുഖം മറച്ചുകൊണ്ട് നടന്നുപോയി. റസൂലുള്ള പറഞ്ഞു, ആ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ സത്യസന്ധതയിലും നന്മയിലും നേർവഴിയിലുമായിരിക്കും. മുഈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്തുടർന്നു പോയി. എന്നിട്ട് നോക്കി, ആരാണ് ആ സ്വഹാബി? അത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, യാ ഉസ്മാൻ, നിന്റെ മേൽ ഒരു അധികാരത്തിന്റെ കുപ്പായം അണിയിക്കപ്പെടും. മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ജനങ്ങളിൽ നിന്ന് വന്നത് ഊരാൻ വേണ്ടി നിന്നോട് നിർബന്ധിക്കും. നീ ഒരിക്കലും അത് ഊരരുത്. അള്ളാഹു നിന്നെ അണിയിച്ച ആ കുപ്പായം നീ ഊരരുത് എന്നാണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ വേഗം മുന്നോട്ട് പോവുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി വഫാത്തായി എന്ന് കേട്ടപ്പോൾ പല സ്വഹാബികളും പേടിച്ചോടിയ കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാനും പേടിച്ചോടിയിട്ടുണ്ട്. പക്ഷെ അത് വിശുദ്ധ ഖുർആൻ തന്നെ അദ്ദേഹത്തിനും അങ്ങനെ പോയവർക്കും അത് ശൈത്താൻ അവരെ വഴിതെറ്റിച്ചെന്നുള്ള നിലക്ക് പുറത്തു കൊടുത്ത സംഭവമാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ സ്വതക്കയ്ക്കുള്ള പ്രാധാന്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. റമദാൻ മാസത്തിലാണല്ലോ നാം ഏവരും ഉള്ളത്. ഒരുപാട് സ്വതക്കയുടെ അവസരങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരുന്നുമുണ്ട് ഓരോ ദിവസവും. ആ സമയത്താണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ സ്വതക്ക എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ഉദാരതകൾക്കുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. മുസ്ലിമീങ്ങൾ മദീനയിലെത്തിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഉണ്ടായിരുന്ന കിണറാണെങ്കിൽ അത് ഏറ്റവും അടുത്തുള്ള കിണർ അത് യഹൂദന്റെ കയ്യിലാണ്, റൂമാ കിണർ. അതിൽ നിന്ന് ഓരോ തൊട്ടി വെള്ളത്തിനും വലിയ പൈസയായിരുന്നു അയാൾ ചാർജ് ചെയ്തിരുന്നത്. റസൂല് പറയാണ്, ഈ കിണർ വാങ്ങി സ്വതക്ക ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ മറ്റൊരാൾക്ക് കൈ മുന്തിക്കാൻ അവസരമില്ലാത്ത വിധത്തിൽ അനയാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൈവക്കുകയാണ്. ചരിത്രരേഖകളിൽ നമുക്ക് കാണാം 20,000 ദിർഹം, മറ്റ് റിപ്പോർട്ടുകളിൽ അല്ല 35,000 ദിർഹം ആണ് അന്നത്തെ പൈസയിൽ. വെള്ളി നാണയങ്ങൾക്കാണ് ദിർഹം എന്ന് പറയുക. ആ പൈസയാണ് അദ്ദേഹം ആ കിണർ വേണ്ടി കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ആരൊക്കെയോ ചിലർ പറഞ്ഞു, ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഉസ്മാന്റെ മക്കളൊക്കെ ഈ കിണറിന് അവകാശം പറഞ്ഞു വരുമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പ്രഖ്യാപിക്കുന്നുണ്ട്, എനിക്കും എന്റെ മക്കൾക്കും ഇതിൽ നിന്ന് യാതൊരു അവകാശവും വേണ്ട, ഇത് ഉമ്മത്ത് മുസ്ലിമിന് അവകാശപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മദീന പള്ളിയുടെ വികസനത്തിൽ റസൂലുള്ളാഹി നിർമ്മിച്ച മസ്ജിദുൻ നബവി അത് വളരെ ചെറിയൊരു പള്ളിയായിരുന്നു. ഈത്തപ്പന ഓലയും തടിയും മണ്ണും കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ആ ചെറിയ പള്ളിയിൽ വർഷം കഴിയുന്തോറും മുസ്ലിമീങ്ങൾ കൂടി വന്നപ്പോ ആ മദീന പള്ളിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ വാങ്ങി ആ പള്ളിക്ക് വഖഫ് ചെയ്ത ആദ്യത്തെ മനുഷ്യന്റെ പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. ഇന്നും മദീനയിൽ പോയവർക്കറിയാം, ചില സ്ഥലങ്ങളിൽ ഹാദാ വഖഫുൻ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വഖഫ് കൊണ്ടാണ് ഇത് എന്ന് എഴുതി വെച്ചത് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധപ്പുറപ്പാടായിരുന്നു തബൂക്കിലേക്ക്. ജയ്ഷുൽ ഉസ്റ, പ്രയാസത്തിന്റെ സൈന്യം എന്നാണ് അറിയപ്പെട്ടത്. റോമിന്റെ ചക്രവർത്തി ഹെർക്കുലിസ് രാജാവ് 1,00,000 സൈന്യവുമായി മദീനക്ക് നേരെ വരികയാണ് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി. ബദറിൽ ജയിച്ച പ്രൗഢി അത് റോമിൽ അറിഞ്ഞിട്ടുണ്ട്. ഉഹദിൽ വിജയിച്ച പ്രൗഢി അത് റോമിൽ അറിഞ്ഞിട്ടുണ്ട്. ഹുനൈനും മക്കയും ഒക്കെ കഴിഞ്ഞത് റോമക്കാർ അറിഞ്ഞിട്ടുണ്ട്. അതവരെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്. 1,00,000 സൈന്യവുമായി ഹെർക്കുൽ ചക്രവർത്തി വരുന്നു എന്ന് അറിഞ്ഞപ്പോ റസൂല് പറയാണ്, സ്വഹാബ കഴിയുന്നത്ര ഒരുങ്ങേണ്ടതുണ്ട്. റസൂലുള്ളാഹി 30,000 പേരുടെ ഒരു സൈന്യം ഉണ്ടാക്കിയതാണ്.
വളരെ ചൂടുള്ള ഒരു ക്ഷാമ കാലഘട്ടമായിരുന്നു അന്ന്. റസൂൽ പറയാണ്, സ്വഹാബ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ സ്വതക്ക ചെയ്യണം. 3 സ്വഹാബികൾ അന്ന് വീട്ടിലേക്ക് മത്സര ബുദ്ധിയോടെ ഓടുന്നുണ്ട് സദക്കയുടെ കാര്യത്തിൽ മുന്തിക്കാൻ വേണ്ടിക്കൊണ്ട്. അബൂബക്കർ വീട്ടിലേക്ക് പോയി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വീട്ടിലുള്ള ഭക്ഷണപാത്രങ്ങളും ഗ്ലാസുകളും ഒക്കെ കൊണ്ടുവന്നു കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് വീട്ടിൽ പോയി തന്റെ സ്വത്ത് നേരെ പകുതിയാക്കി കൊണ്ടുവന്നു. ഉമറിന്റെ ഉദ്ദേശം അബൂബക്കറിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഈ ദീനിയായ കാര്യങ്ങളിൽ അവർ മത്സരിച്ചിരുന്നു. റസൂല് പറഞ്ഞു, അബൂബക്കർ എന്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്? റസൂലെ, എന്റെ വീട്ടിൽ ഇനി അള്ളയും റസൂലും പഠിപ്പിച്ച ദീനല്ലാതെ മറ്റൊന്നുമില്ല. റസൂലുള്ള പറഞ്ഞു, അബൂബക്കർ തന്നെ ഇതിലും വിജയിച്ചിരിക്കുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റേതായിരുന്നു 3ാമത്തെ സ്വതക്ക. താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് 3ാം സ്ഥാനമാണ്. പക്ഷെ അദ്ദേഹം എന്താണ് കൊടുത്തത് എന്ന് വെച്ചാൽ 950 ഒട്ടകങ്ങൾ, 50 കുതിരകൾ, ഈ മൃഗങ്ങളുടെയൊക്കെ മുകളിൽ യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങൾ മാത്രവുമല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലേക്ക് 1000 സ്വർണ്ണ ദീനാറുകൾ, 1000 സ്വർണ്ണ ദീനാറുകളിൽ തടവിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നേ ദിവസത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഉസ്മാനും ഉഹദ് മലയുടെ മുകളിലേക്ക് കയറി. ഉഹദ് ഒന്ന് പിടച്ചു, കുലുങ്ങി. റസൂല് പറയാണ്, ഉഹദേ അടങ്ങ്, നിന്റെ മുകളിലുള്ളത് റസൂലും അവന്റെ സിദ്ദീഖും 2 ശുഹദാക്കളുമാണ്. റസൂലുള്ള വരാൻ പോകുന്ന കാര്യത്തിലേക്ക് ഒരു ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഉമറും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാനും ഷഹീദുകളാകുമെന്ന്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം 2 വർഷവും 3 മാസവും 10 ദിവസവും അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് നീണ്ടു നിന്നു. ശേഷം 10 വർഷക്കാലം ഉമർ ബിൻ അൽ ഖത്താബിന്റെ ഖിലാഫത്ത് നീണ്ടു നിന്നു. അഗ്നി ആരാധകനായ മജൂസിയായ അബൂ ലുഅ്ലുഅത്ത് എന്ന വ്യക്തിയാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, ഷഹീദായി. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടന്ന നേരം 6 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു പുതിയ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ. ആ കമ്മിറ്റി ഐക്യകണ്ഠേന മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ ഏൽപ്പിച്ചു. ഉസ്മാനെയോ അലിയോ നിങ്ങൾ തീരുമാനിക്കണം ഖലീഫയായിട്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നുണ്ട്, 3 ദിവസം ഞാൻ ശരിക്കുറങ്ങിയില്ല. മദീനത്തെ ഓരോ വീടുകളിലും ഞാൻ കയറി, അൻസ്വാറുകളെയും മുഹാജിറുകളെയും കണ്ടു, അയൽ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾക്ക് കത്തയച്ചു. എല്ലാവരുടെയും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നായിരുന്നു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖിലാഫത്തിലേക്ക് വന്നു. ആളുകൾ വിചാരിച്ചു, ശത്രുക്കൾ വിചാരിച്ചു, ഉമറിന്റെ ആ ശക്തിയുള്ള, ഉമറിനെ പോലെ ശക്തനായ സ്വഹാബിയല്ല ഉസ്മാൻ, ഹയാ ഉള്ള വ്യക്തിയാണ്, പാവമാണ്, സാധുവാണ്, നമുക്ക് വേണ്ട രീതിയിൽ ശത്രുക്കൾക്ക് പ്രവർത്തിക്കാമെന്നവർ ചിന്തിച്ചു പോയി. പക്ഷേ മഹാന്മാരായ സേനാ നായകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുന്നേറുകയുണ്ടായി. അബ്ദുല്ലാഹി ബിൻ സഅദ് അബീ സർഹിനെ അയച്ചുകൊണ്ട് ആഫ്രിക്കയിലെ വലിയൊരു പ്രദേശം ഉസ്മാൻ ബിൻ അഫ്ഫാൻ കീഴടക്കി. ബർബർ രാജ്യത്തെ ജർജർ എന്ന് പറയുന്ന വലിയൊരു സേനാനായകനെ, രാജാവിനെ ആ കാലത്ത് വധിക്കുന്നതും ആഫ്രിക്കയിലെ പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് കാണാം. ഏഷ്യയുടെ ഭാഗത്തേക്ക് ഇന്നത്തെ കാബൂളിന്റെ ഭാഗം വരെയും, മൊറോക്കോ മുതൽ ഇന്നത്തെ കാബൂളിന്റെ ഭാഗം വരെ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു. ആ സമയത്താണ് മഹാനായ ഹുദൈഫത്തുൽ യമാൻ, റസൂലുള്ളാഹിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നറിയപ്പെട്ട സ്വഹാബി, അദ്ദേഹം വരുന്നത്. യാ അമീറുൽ മുഅ്മിനീൻ, വിശുദ്ധ ഖുർആൻ ആളുകൾ പല രീതിയിലാണ് ഓതുന്നത്, പല സ്ഥലത്തും പല രീതിയിൽ. മദീനത്ത് ഓതുന്നത് പോലെയല്ല കൂഫയിൽ ഓതുന്നത്, കൂഫയിൽ ഓതുന്ന പോലെയല്ല ബസറയിൽ ഓതുന്നത്. ആ സമയത്താണ് 2ാം ഖുർആനിന്റെ ക്രോഡീകരണം നടക്കുന്നത്. 1ാം ഖുർആന്റെ ക്രോഡീകരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു, സയ്യിദ് ബിൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ. പക്ഷേ അവരത് എടുത്തില്ല. 2ാം ഉമർ ബിൻ ഖത്താബിന്റെ 10 വർഷവും ഖുർആൻ നോക്കി ഓതുക എന്നുള്ള ശീലം ഉണ്ടായില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അത് സൂക്ഷിച്ചു വെച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ലോകത്തേക്ക് ഇസ്ലാം വളർന്നപ്പോ വിശുദ്ധ ഖുർആൻ കൊണ്ടുവരികയും അദ്ദേഹം അത് കോപ്പികളാക്കുകയും ഓരോ നാട്ടിലേക്കും ഓരോ ഖുർആനും അത് പഠിപ്പിക്കാൻ കാരികളെയും അയച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഖുർആനാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഓതുന്ന മുസ്ഹഫ് ഉസ്മാനിയ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനമുണ്ട്, ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് നാവികസേന ഉണ്ടാക്കുന്നവർക്ക് സ്വർഗം.
മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ ബിൻ അബീ സുഫിയാൻ, ബനൂ ഉമയ്യയിലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കഴിഞ്ഞാൽ തലയെടുപ്പുള്ള ഏറ്റവും വലിയ നേതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പിതൃ സഹോദരന്റെ പുത്രനോളം ബന്ധമുള്ള ആ സ്വഹാബി വരികയും ഞാൻ അത് നിർവഹിക്കാമെന്ന് പറയുകയും അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി നാവികസേന രൂപീകരിച്ചതും സൈപ്രസ് അടക്കമുള്ള യൂറോപ്പിന്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന സൈപ്രസ് ദ്വീപുകൾ കീഴടക്കുന്നത് ആ നാവികസേനയായിരുന്നു. റസൂലുള്ളാഹിന്റെ പ്രവചനാണ് നാവികസേന ആദ്യമായി ഉണ്ടാക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നുള്ളത്. അങ്ങനെ 10 വർഷം ആ ഖിലാഫത്തിൽ സുഭിക്ഷമായി കഴിഞ്ഞുപോയി. മദീന സമ്പന്നമായി. ഓരോ ദിവസവും വിളിച്ചു പറയും, ഇന്നിതാ ജനങ്ങളെ, നിങ്ങളുടെ ഓഹരിയായ തേന് വന്നിട്ടുണ്ട്, തേന് കൊണ്ടുപോകണം. ഇന്നിതാ നിങ്ങളുടെ ഓഹരിയായ കുതിരകൾ വന്നിട്ടുണ്ട്, കുതിരകളെ കൊണ്ടുപോകണം. സ്വഹാബത്ത് പറയുന്നത് ഒരു ദിവസവും ഇല്ലായിരുന്നു എന്തെങ്കിലും ഒരു സംഭവം ഖലീഫയുടെ വകയായിട്ട് യുദ്ധാർജിത സ്വത്തുക്കളായിട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടാക്സ് ആയിട്ടും ഒക്കെ നമ്മുടെ വീടുകളിൽ എത്താത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഹിജറ 23 മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്തത്. ഹിജറ 33-34 ആകുമ്പോൾ ഒരു മനുഷ്യൻ ഉദയം ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ബിൻ സബഅ ലഅനത്തുല്ലാഹി അലൈഹി. ജൂത മാതാപിതാക്കൾക്ക് ജനിച്ചൊരു മനുഷ്യൻ. അയാൾ ഒരു ദിവസം രാവിലെ മുസ്ലിമായി പ്രഖ്യാപിക്കുകയാണ്. ഓരോ നാടുകളിലും പോയിട്ട് മഹാനായ ഖലീഫക്കെതിരെ ഫിത്ന ഉണ്ടാക്കുകയാണ്. കൂഫയിലും ബസറയിലും ഈജിപ്തിലും അയാൾക്ക് ഒരുപാട് അനുയായികളെ കിട്ടുകയാണ്. എന്തായിരുന്നു ആരോപണങ്ങൾ? ബാലിശമായ ആരോപണങ്ങളായിരുന്നു പലതും. ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. പുതിയ ആളുകൾക്ക് അറിയില്ല ഉസ്മാൻ എന്താ ബദറിൽ പങ്കെടുക്കാനത്. ഇപ്പോൾ എന്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് മനസ്സിലായി ബദറിൽ എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു പങ്കെടുക്കാതിരുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉഹദിൽ പേടിച്ചോടി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖുർആൻ ക്രോഡീകരിക്കുമ്പോൾ ഖുർആൻ എഴുതി വെച്ച കഷ്ണങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞു. ഇങ്ങനെ പല വാദങ്ങളും ബാലിശം. അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയാണ് അദ്ദേഹം കൂടുതൽ ഗവർണർമാരായി നിയമിച്ചത്. 13ഓളം വാദങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. ഈ വാദങ്ങൾ ഭരണാധികാരിക്കെതിരെ ജനങ്ങൾക്കിടയിലുള്ള ഈ ബോധവൽക്കരണം, എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയൂലേ, സൗദി അറേബ്യയിൽ ഹറാമുകൾ നടക്കുന്നു, പണ്ഡിതന്മാർ എന്തുകൊണ്ട് ജനങ്ങളോട് പറയുന്നില്ല? UAE-യിൽ ഹറാമുകൾ നടക്കുന്നു. എന്താണ് അതിന്റെ അനന്തരഫലം? ഭരണാധികാരിക്കെതിരെ ഹുറൂജ് നടത്തുമ്പോൾ അനന്തരഫലം ദാ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ ഫിത്ന ഇങ്ങനെ വർദ്ധിച്ചു വന്നു. കുറച്ചാളുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പിടികൂടി, ഉപദേശിച്ചു വെറുതെ വിട്ടു. ഹിജറ 35 കൂഫയിൽ നിന്നും ബസറയിൽ നിന്നും ഈജിപ്തിൽ നിന്നും 2000 പേര് വീതമെന്നും അല്ല, മൊത്തത്തിൽ അവർ 2000 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. ഭിന്നാഭിപ്രായമുള്ള വിഷയമാണ്. 2000-ന്റെയും 6000-ന്റെയും ഇടയിലുള്ള ആളുകൾ ഹജ്ജിന് എന്ന രീതിയിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുകയാണ് മദീനത്തേക്ക്. മഹാനായ സ്വഹാബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവര് തടഞ്ഞു. ഉസ്മാൻ, നിങ്ങൾ ഖിലാഫത്തിൽ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തുടരാൻ അനുവദിക്കില്ല. ഖിലാഫത്ത് അല്ലെങ്കിൽ മരണം എന്നുള്ള മുദ്രാവാക്യം അവർ വിളിക്കാൻ തുടങ്ങി. മഹാനായ സ്വഹാബിയുടെ വീട് 40 ദിവസത്തോളം അവർ ഉപരോധിച്ചു. അദ്ദേഹം ഉണ്ടാക്കിയ, അദ്ദേഹം വികസിപ്പിച്ച, വഖഫ് ചെയ്ത ആ പള്ളിയിലേക്ക് അദ്ദേഹത്തെ അവർ കടത്തിവിട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭക്ഷണവും വെള്ളവും കയറ്റാൻ അനുവദിച്ചില്ല. റുമാ കിണർ മുസ്ലിമീങ്ങൾക്ക് വാങ്ങി നൽകിയ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് വെള്ളം കയറ്റാൻ അനുവദിക്കുന്നില്ല, ഭക്ഷണം കയറ്റാൻ അനുവദിക്കുന്നില്ല. 40 ദിവസത്തോളം ഉപരോധം നീണ്ടു നിൽക്കുകയാണ്. സ്വഹാബികളിൽ ഭൂരിപക്ഷം പേരും ദുൽഹജ്ജ മാസമായതുകൊണ്ട് ഹജ്ജിന് വേണ്ടി മക്കയിലായിരുന്നു. അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ കവാടത്തിന്, ഗേറ്റിന് തീയിടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വന്നവരെ സമാധാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ അവർ കല്ലെറിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ വീട്ടിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതാണ്. 9 ആൺമക്കളും 5ഓളം പെൺകുട്ടികളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 8 ഭാര്യമാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരേ സമയത്ത് 4 പേർ പക്ഷേ മരണപ്പെടുമ്പോൾ. അന്ന് ആ വീട്ടിലുണ്ടായിരുന്നത് നാഇലത്ത് ബിൻ ഫറാസിഫ റളിയല്ലാഹു അൻഹു എന്ന ഭാര്യയായിരുന്നു. അന്ന് അദ്ദേഹം ളുഹറിന് ശേഷം അല്പം ഒന്ന് മയങ്ങി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും പുഞ്ചിരിക്കുന്നതുമൊക്കെ ഭാര്യ നോക്കുന്നുണ്ടായിരുന്നു. ഭാര്യ ചോദിച്ചു, എന്തേ നിങ്ങൾ ഉറക്കത്തിൽ പുഞ്ചിരിക്കുകയും കരയുന്നതുമൊക്കെ കണ്ടല്ലോ? ഭാര്യയോട് പറയാണ്, ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. അള്ളാന്റെ റസൂലും അബൂബക്കറും ഉമറും ആ സ്വപ്നത്തിൽ വന്നു. റസൂലുള്ള ചോദിച്ചു, യാ ഉസ്മാൻ,
എൻ്റെ പള്ളിയിലേക്ക് പ്രവേശനം നിരസിച്ചു അല്ലേ? ഇന്ന് നിങ്ങൾ നോമ്പുകാരനാണല്ലേ? അതെ, പേടിക്കണ്ട, നോമ്പ് ഞങ്ങളുടെ കൂടെ തുറക്കാം. അത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കണ്ണുനീര് വന്നു. അസർ നമസ്കാരത്തിന് ശേഷം മഹാനായ സ്വഹാബി ഖുർആൻ ഓതാൻ വേണ്ടിയിരിക്കുകയാണ്. സൂറത്തുൽ ബഖറ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരിക്കെ കിനാനത്ത് ബിൻ ബഷർ, മാലിക് ബിൻ അഷ്തർ, ജബല, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ, ഈജിപ്തുകാരായ ആളുകൾ അദ്ദേഹത്തിന്റെ വീടിലേക്ക് അതിക്രമിച്ചു കയറുകയാണ്. ഇത് മുന്നിൽ കണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നേ ദിവസം നിങ്ങൾ ആരും വാളൂരരുത്. വാളുറയിലേക്കിടുന്ന അടിമകൾക്കിന്ന് മോചനം, എന്റെ പണിക്കാരായിട്ടുള്ള സൈനികർക്കിന്ന് മോചനം. എന്നിട്ടും ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ ഉമർ പോലുള്ള സ്വഹാബികൾ വാളുമായി നിന്നു. പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ വീട്ടിലേക്ക് ഇരച്ചു കയറിയപ്പോൾ പ്രതിരോധിക്കാൻ പറ്റിയില്ല. ആദ്യത്തെ മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന്റെ താടിയിൽ കയറി പിടിച്ചു. നീണ്ട താടിയുള്ള മഹാനായിരുന്നു അദ്ദേഹം. ഇരുന്നാൽ തൊടയിലേക്ക് താടി മുട്ടുന്ന നമുക്ക് കാണാം. 82 വയസ്സായിരുന്നു അന്ന് പ്രായം. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഉപ്പ ഇത് അറിഞ്ഞാൽ സന്തോഷിക്കില്ല. അദ്ദേഹം താടിയെ ബഹുമാനിച്ച വ്യക്തിയായിരുന്നു. ഉടനെ ഈ മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങി ഓടി. അടുത്തയാൾ വന്നു, കിനാനത്ത് ബിൻ ബഷർ വന്നു. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് അടിച്ചു. ശേഷം 3 കുത്തുകൾ നെഞ്ചിന് കുത്തി, 3 കുത്തുകൾ വയറിന്റെ ഭാഗത്തേക്ക് കുത്തി. എന്നിട്ട് പറഞ്ഞു, 3 കുത്ത് എനിക്ക് വേണ്ടി, 3 കുത്ത് ഉമ്മത്തിന് വേണ്ടി എന്ന് പ്രഖ്യാപിച്ചു. തടയാൻ വന്ന അദ്ദേഹത്തിന്റെ ഭാര്യ നായില ബിൻത് ഫറാസിഫയുടെ വിരലുകൾ വെട്ടിമാറ്റപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് കൊല്ലപ്പെട്ടത് ഒരു മജൂസിയുടെ കരങ്ങളാലാണ്, ഈ അഗ്നി ആരാധകന്റെ കരങ്ങളാൽ. അള്ളാഹ്ക്ക് നേരെ മുന്നിൽ നിന്ന് കിബിലക്ക് നേരെ സുജൂദ് ചെയ്യുന്ന മുസ്ലിം പേരുകളുള്ള ആളുകളാണ് ഇവിടെ വന്നത്. ശേഷം ആ മയ്യത്ത് അവർ പുറത്തേക്ക് വലിച്ചിട്ടു, വീട് അഗ്നിക്കിരയാക്കി. മണിക്കൂറുകൾ കടന്നു പോവുകയാണ്, മയ്യത്ത് കബറടക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം സ്വഹാബികൾ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ മധ്യസ്ഥം വഹിച്ചിടപെട്ട് ഖബറടക്കാൻ വേണ്ടി അനുവദിച്ചു. സ്വഹാബികളെയൊക്കെ ഖബറടക്കിയ മദീനത്തെ ജന്നാത്തുൽ ബഖീലല്ല, അതിന്റെ പുറത്തുള്ള ജൂതന്മാരുടെ ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. ജൂതന്മാർ ഒഴിവാക്കി പോയ ആ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തെ ഖബറടക്കാൻ അവർ അനുവദിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ വിരലുകൾ അറ്റുവെട്ടപ്പെട്ട ആ വിരലുകൾ തുണിയിൽ ചുറ്റിക്കൊണ്ട് നായില റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യയും ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു. ശേഷം അലി ബിൻ അബി താലിബിന്റെ ഭരണം വരുന്നത് നമുക്കറിയാം. നിങ്ങൾ വിചാരിക്കും മുആവിയ റളിയല്ലാഹു അൻഹു ഒക്കെ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അംഗീകരിക്കാതെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ രക്തത്തിന് പകരം ചോദിക്കണം എന്ന് പറഞ്ഞത്? അന്ന് മരിച്ചപ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. നായിലത്ത് ബിൻ ഫറാസിഫയുടെ വെട്ടിമാറ്റപ്പെട്ട വിരലുകളും രക്തം പുരണ്ട ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഖമീസിൽ പൊതിഞ്ഞുകൊണ്ട് നുഅ്മാൻ ബിൻ ബഷറിന്റെ കയ്യിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ സിറിയയിലേക്ക് കൊടുത്തു അയക്കപ്പെടുന്നുണ്ട്. ഇതിന് കിസാസ് നടത്തണം, ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദേഷ്യത്തിലാണ് പിന്നീട് സിറിയൻ സൈന്യവും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വരുന്നതുമൊക്കെ. സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ലോകത്തെ ഫിത്നയുടെ വാതിൽ തുറന്ന സംഭവമായിരുന്നു ഇത്. മഹാനായ സ്വഹാബിയുടെ സേവനങ്ങൾ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്തതല്ല. ഈ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ബാലരമ കഥ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മരിച്ചുപോയ നേതാക്കളുടെ കഥ പോലെ കേട്ടിരിക്കേണ്ടതുമല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമെന്നാണ് സ്വഹീഹായ മറ്റൊരു ഹദീസിൽ കാണാം. രാത്രി നമസ്കാരത്തിൽ ഒറ്റ റക്അത്തിൽ അദ്ദേഹം മുഴുവൻ ഓതി തീർത്തു എന്ന് കേൾക്കാൻ പറ്റും. അംറത്ത് ബിൻ അർത്താ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വൃത്തിയായി വേല ചെയ്ത ഒരു സ്വഹാബി വനിതയുണ്ട്. അവർ പറയാണ്, ഞങ്ങളന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹജ്ജിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തമുറ്റിയ ഖുർആന്റെ പേജ് ഞങ്ങൾ കണ്ടു. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത്, ഫസയഖ്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം, നിനക്ക് രക്ഷയായി അവർ അല്ലാഹു തന്നെ മതിയാകുന്നു എന്നാണ്. എന്നിട്ട് അംറത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ കലാപകാരികളിൽ ഒരുത്തൻ പോലും പിന്നീട് നല്ല നിലയിൽ മരിച്ചിട്ടില്ല.
മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹജ്ജിന്റെ മറ്റൊരു വർഷം ഹജ്ജിന്റെ വേളയിൽ കഅബയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നീ പുറത്തു തരണേ, പക്ഷേ നീ എനിക്ക് മാപ്പ് തരില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണ് ഈ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന എന്ന് കേട്ട് മുഹമ്മദ് ബിൻ സീരീൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറുമ്പോ ഞാനും മയ്യത്ത് നിസ്കരിക്കാൻ എന്ന പേരിൽ കയറി. ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ മയ്യത്തിന്റെ തുണി മാറ്റി മുഖത്തേക്ക് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് പല പ്രാവശ്യം അടിച്ചു. മുഹമ്മദ് ബിൻ സീരീൻ, എൻ്റെ ഈ കൈയിന്റെ അവസ്ഥ നിങ്ങൾ ഇന്നൊന്ന് നോക്കൂ. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മരത്തിന്റെ ഉണങ്ങിയ കൊള്ളിക്കഷ്ണം പോലെ അദ്ദേഹത്തിന്റെ കൈ ഞാൻ കണ്ടു എന്നാണ്. അതിൽ പലരും ഈ രീതിയിൽ രോഗികളായിട്ടും മറ്റുമൊക്കെയാണ് മരിക്കുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ, അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ പല കള്ളക്കഥകളും വാർത്തകളും കേൾക്കുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും അതൊന്ന് വെരിഫൈ ചെയ്ത് അതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് മാത്രം നമ്മളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഉദാരതകളെ കുറിച്ച് പറയുമ്പോൾ റുമാ കിണർ വാങ്ങിയതും ജയ്ഷുൽ ഉസ്റക്ക് വേണ്ടി സദഖ ചെയ്തതും ഒക്കെ കേൾക്കുമ്പോൾ അതുപോലെ നമ്മളെ കീശയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുക. അടിമമോചനമൊക്കെ മഹാനവറുകൾ എല്ലാ ആഴ്ചയും ഓരോ അടിമയെ വെച്ച് മോചനം നടത്തി. അദ്ദേഹം മരണപ്പെടുമ്പോ എത്ര അടിമകളെ മൊത്തം മോചിപ്പിച്ചു എന്ന് കണക്കില്ല എന്നാണ് സ്വഹാബികൾ പറഞ്ഞത്. അത്രയും സമ്പത്ത് കൊടുത്തു, പക്ഷേ ഒന്നും തന്നെ അദ്ദേഹത്തിന് കുറഞ്ഞു പോയിട്ടില്ല, നഷ്ടം വന്നിട്ടില്ല. അതുകൊണ്ട് സദഖയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, താടിയുടെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ സ്വഹാബിയുടെ കൂടെ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.